السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനപ്പെട്ട ഫഹദ് സാഹിബ് വളരെ മനോഹരമായ ഒരു ലൈവ് നാട്ടിൽ നിന്നും വളരെ നല്ല രീതിയിൽ വളരെ ക്ലിയറോട് കൂടി നമ്മൾക്ക് എത്തിച്ചു തന്നു. വളരെ നല്ല ലൈവായിരുന്നു, ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് ആ ലൈവ് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട ഫഹദ് സാഹിബിന് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ ഒരു ലോകത്തും വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദ്രമായ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് എത്തിയിട്ടുണ്ട് ക്ലാസ് റൂമിൽ. ഉസ്താദിന്റെ ക്ലാസ്സാണ് 11 മണി ഇന്ത്യൻ സമയം പറഞ്ഞതാണ്. ഏകദേശം ആ സമയമായിട്ടുണ്ട്, 5 മിനിറ്റോളം വൈകിയിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ക്ലാസ്സാണ്. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കുക, അല്ലെങ്കിൽ റൈസ്. മാഷാ അല്ലാ മാഷാ അല്ലാ. സഅദി ഉസ്താദ് ഓർമ്മയുണ്ടാവും, ARCK കണ്ടിട്ട് കുറെ നാളായി. ഏതായാലും വളരെ സന്തോഷം ഉസ്താദ് വന്നതിൽ. ഇനി സമയം ഒരുപാട് വൈകിട്ടുണ്ട്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നാണ് ഉസ്താദ്. പ്രത്യേകിച്ച് നാട്ടിലെ നെറ്റിന്റെ കാര്യവും മറ്റുമൊക്കെ പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ ബുദ്ധിമുട്ടുകൾ വകവെക്കാതെ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് നമ്മുടെ റേഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ആയിരക്കണക്കിന് റേഡിയോ പ്രേക്ഷകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവർ കൂടുതൽ കാത്തിരിപ്പിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട സഅദി ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. തുടർ പഠന ക്ലാസ് ഇസ്മത്തുൽ അംബിയ എന്ന സുപ്രധാന വിഷയത്തിൽ സുന്നി ആദർശ പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യവും യുവ പണ്ഡിതനും വിവേകയുടെ തൊഴിൽ സ്വപ്നവുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് സഅദി ഉസ്താദ് വളഞ്ചേരിയെ ഞാൻ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്ന ഉസ്താദിന് വേണ്ടി. ഉസ്താദ് ഞാൻ റൈസ് ചെയ്താൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരമാവധി അവരവരുടെ മെസ്സഞ്ചർ ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജാഫർ മന്നയിൽ അടിച്ച ആ പരസ്യം ഒരു തവണ മാത്രം, ആരും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മറ്റ് ക്ലാസ് റൂമിലൊക്കെ ഒന്ന് അടിക്കുക. കാരണം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്, എല്ലാവരും വളരെ നല്ലൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ അറിയിക്കുക, ഇൻവൈറ്റ് ചെയ്യുക. മൈക്ക് റിലീസ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട സഅദി ഉസ്താദിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ്. ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, അനുഭാവികളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയം നമ്മുടെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യണമെന്ന് ഇതിന്റെ പല അഡ്മിന്മാരും പറഞ്ഞിരുന്നു. ഇസ്മത്തുൽ അംബിയാ, അംബിയാക്കളുടെ പാപസുരക്ഷിതത്വം, വിശുദ്ധ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ അവരുടെ വ്യക്തിത്വം, അവരുടെ പാപസുരക്ഷിതത്വം എന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരുദ്ധ ആശയമുള്ള ആളുകൾ നേരത്തെ തന്നെ ഓരോ പ്രവാചകന്മാരെയും പല കുറ്റങ്ങളും തെറ്റുകളും പറഞ്ഞുകൊണ്ട് ആരോപിച്ചിരുന്നു. അങ്ങനെയാണ് പുത്തൻവാദികൾ രംഗത്ത് വന്നത്. ചില ആളുകൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന സംഗതികൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല, അങ്ങനെ അല്ല. അത്തരം ചില വിഷയങ്ങൾ ആയത്തിലും ഹദീസിലും വന്നത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പുത്തൻവാദികൾ രംഗത്തു വന്നു.
അതുപോലെ പ്രവാചകന്മാരുടെ മാതാപിതാക്കളെ പറ്റി അവർ കാഫിറുകളാണ് എന്നും പലരും പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർക്ക് നേരെ നിരീക്ഷണങ്ങളും ഇന്നല്ലാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? നമ്മുടെ ആധികാരിക ഗ്രന്ഥമായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ജമ്മുൽ ജവാമിയിൽ പറയുന്നു, അൽ അംബിയാഉ അലൈഹി സ്വലാത്തു വസ്സലാം മഅസൂമൂൻ, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. ലാ യസ്തുറു മിൻഹും ദംബുൻ, ഒരു തെറ്റും അവരിൽ നിന്ന് ഉത്ഭവിക്കൂല. വലൗ സഗീറത്തൻ, ചെറുദോഷമാണെങ്കിൽ പോലും അത് ഉണ്ടാകൂല. സഹ്വൻ, മറന്നിട്ടാണെങ്കിൽ പോലും ഉണ്ടാകൂല. അപ്പൊ മറന്നിട്ടാവും മനഃപൂർവ്വം ചെറുതും വലുതുമായ യാതൊരു പാപവുമില്ലാതെ പാപത്തെ തൊട്ട് കാക്കപ്പെട്ടവരാണ് പ്രവാചകന്മാര്. അതാണ് നമ്മൾ തുടങ്ങിയ ആയത്ത്. ആ ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ്, ഈ പ്രവാചകന്മാർ അള്ളാഹു ഹിദായത്ത് കൊടുത്തവരാ. ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ ഹിദായത്തിനോട് നിങ്ങൾ പിൻപറ്റണം. അപ്പൊ പ്രവാചകന്മാരോട് പിൻപറ്റണം എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ ഒരു കാരണവശാലും പിൻപറ്റാൻ പറ്റാത്ത ഒരു സ്വഭാവം ആ പ്രവാചകന് ഉണ്ടായിക്കൂടാ. പ്രവാചകന്മാരിൽ പലരും അവരുടെ ജനങ്ങളോട് പറഞ്ഞതാണ്, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറ, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബലിഹി അഫലാ തഅഖിലൂൻ. നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ആക്ഷേപിക്കുന്നത്? ഫഖദ് ലബിസ്തു ഫീക്കും ഉംറ, ധാരാളം കാലം ഞാൻ നിങ്ങളിൽ താമസിച്ചല്ലോ. ഈ പ്രവാചകത്വം പ്രസിദ്ധിപ്പെടുത്തുന്നതിന്റെ മുമ്പ്, 40 വയസ്സാകുന്നതിന്റെ മുമ്പ് നീണ്ട 40 കൊല്ലം ഞാൻ നിങ്ങളെ ഇടയിൽ ജീവിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തിന് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് അന്തസ്സായി നിവർന്നു നിന്ന് ഈ പ്രവാചകൻ ജനങ്ങളോട് ചോദിക്കണമെങ്കിൽ കഴിഞ്ഞ 40 കൊല്ലം അല്ലെങ്കിൽ എപ്പോഴാണോ നുബുവത്ത് കിട്ടുന്നത് അതിന്റെ മുമ്പുള്ള ആ നീണ്ട കാലങ്ങളിൽ വിമർശനാത്മകമായ ഒന്നും ചെയ്യാത്തവരാകണം അവർ. എന്നാലേ ഫഖദ് ലബിസ്തു ഫീക്കും ഉംറ, കുറെ കാലം ഞാൻ നിങ്ങളിൽ താമസിച്ചില്ലേ, നിങ്ങൾ എന്തിൽ നിന്ന് വല്ല തെറ്റുകളും കണ്ടോ എന്ന് ചോദിക്കാൻ അപ്പോഴല്ലേ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഓരോ വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ് എന്നിട്ട് അല്ലാഹു പറയുന്നു, കുല്ലും മിനസ് സ്വാലിഹീൻ, എല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. എന്താ സ്വാലിഹ് എന്ന് പറഞ്ഞാല്? സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാരും പറ്റി പറയാം അയാൾ സ്വാലിഹാണ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിഹുഖൂഖില്ലാഹി വബിഹുഖൂഖി ഇബാദിഹി, അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും അടിമകളോടുള്ള കടപ്പാടുകളും മുഴുവൻ നിർവഹിക്കുന്നവരാണ് സാലിഹ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ, സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ, ഇത് രണ്ടും കൃത്യമായി നിർവഹിക്കുന്നവരെ പറ്റിയിട്ടാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹ് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞ അൻആം സൂറത്തിലൂടെയാണ്, വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സ്വാലിഹീൻ, അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. പിന്നീട് അല്ലാഹ് പറഞ്ഞു, വ ഇസ്മാഈല വല്യസ വയൂനുസ വലൂത്തൻ വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ, ഇവരെയൊക്കെ നമ്മൾ ലോകരിൽ ഉന്നതരാക്കിയിരിക്കുകയാണ്. അതുപോലെ വമിൻ ആബാഇഹിം വദുർരിയാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരെ പറ്റി അല്ലാഹു അവർ സ്വാലിഹുകളാണ്, അവർക്ക് നമ്മൾ ഹിദായത്ത് കൊടുത്തു എന്നൊക്കെ അല്ലാഹു തആല പറയുന്ന പ്രവാചകന്മാര് ആരും തന്നെ അതിന് നിരക്കാത്ത ഒരു സംഗതി അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകൂല.
ഒരായത്തും കൂടി പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു പറയുന്നു, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എന്റെ അഹ്ദ് ളാലിമീങ്ങൾക്ക് കിട്ടൂല. ഈ അഹ്ദ് എന്ന് പറഞ്ഞാൽ പല വിശദീകരണങ്ങൾ കൊടുത്ത ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അഹ്ദ് കൊണ്ടുള്ള ഉദ്ദേശം നുബുവത്തും ആവാം. അപ്പൊ ലാ യനാലു അഹ്ദി, എന്റെ നുബുവത്ത് എത്തൂല, അല്ലാലിമീൻ, ലാലിമീങ്ങൾക്ക് എന്റെ നുബുവത്ത് എത്തൂല. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ ളുൽമ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും നുബുവത്ത് കിട്ടൂല. എന്താ ളുൽമ് എന്ന് പറഞ്ഞാല്? ളുൽമ് എന്ന് പറഞ്ഞാൽ വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇഹി, ഒരു സാധനം അതിന്റെ സ്ഥാനത്ത് അല്ലാത്തോടത്ത് വെക്കുക. ഇന്ന ശിർക്കല ളുൽമുൻ അളീം എന്ന് പറഞ്ഞില്ലേ? ഷിർക്കാണ് ഏറ്റവും വലിയ ളുൽമ്. കാരണം ഇബാദത്ത് അള്ളാഹുവിൽ വെച്ചു കൊടുക്കേണ്ടതാണ്. അത് അള്ളാഹ് അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുമ്പോൾ അത് ളുൽമായി. ഏതൊരു സംഗതിയും അത് വെക്കേണ്ട സ്ഥാനം അല്ലാത്തോടത്ത് വെക്കുമ്പോൾ അതിന് ളുൽമ. അപ്പൊ ഉദാഹരണം പറയാ, നമ്മൾ ഇപ്പൊ ഒരു സാധനം നമ്മൾ എടുത്ത് മറ്റൊരാളുടെ സാധനം അയാളുടെ അനുവാദത്തോടു കൂടെ തന്നെ എടുത്ത് അത് വെക്കേണ്ട സ്ഥാനത്തല്ല നമ്മൾ വെച്ചിരിക്കുന്നത്, എന്നാൽ നമ്മൾ ചെയ്യുന്നത് ളുൽമാണ്. മറ്റൊരാളുടെ സീറ്റിൽ അയാൾ അനുവാദമില്ലാതെ ഇരുന്ന്, എന്നാൽ അത് ളുൽമാണ്. കാരണം വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇഹി, ഒരു സംഗതി അതിന്റെ സ്ഥാനത്ത് അല്ലാത്തോടത്ത് വെക്കുന്നതിനാണ് ളുൽമ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹ് പറയുന്നു, ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എന്റെ അഹ്ദാകുന്ന നുബുവത്ത് ളാലിമീങ്ങൾക്ക് കിട്ടൂല എന്ന ആ വാക്കിലൂടെ പ്രവാചകന്മാർ എല്ലാ നിലക്കും പാപസുരക്ഷിതരാണ് എന്ന് വന്നിട്ടുണ്ട് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതാണ് ആ വിഷയത്തിൽ പ്രാമാണികമായിട്ട് നമുക്കുള്ള തെളിവുകൾ. ഒരുപാട് തെളിവുകളുണ്ട്. ഈ പറഞ്ഞ ആയത്തുകളൊക്കെ തന്നെയാണ് അതിലുള്ള പ്രാമാണികമായ തെളിവുകൾ. അത് മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടി നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ ഭാഗത്ത് തെറ്റുണ്ടാവുകയാണെങ്കിൽ അവരോട് എങ്ങനെയാണ് പിൻപറ്റാൻ അല്ലാഹ് പറയാ? നിങ്ങൾ അവരോട് പിൻപറ്റുക എന്ന് പറയുമ്പോ അവർ ചെയ്യുന്ന ഈ തെറ്റിലും കൂടി അവരോട് പിൻപറ്റണം എന്നല്ലേ വരിക. പിന്നെ മറ്റൊന്നുള്ളത്, അവർ തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർ കൊണ്ടുവരുന്ന സംഗതികൾ എങ്ങനെയാണ് വിശ്വസിക്കുക? കാരണം അതിലും അവർക്ക് തെറ്റുവരാലോ. അപ്പൊ ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ പ്രവാചകന്മാരുടെ ശരീഅത്തും തള്ളേണ്ടി വരും. പിന്നെ മറ്റൊന്നുള്ളത്, പ്രവാചകന്മാരായിരിക്കണം സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ. അപ്പൊ ഏറ്റവും ബുദ്ധിയും പക്വതയുമുള്ളവർ ആയിരിക്കണം പ്രവാചകന്മാർ എന്ന് വരുമ്പോൾ തെറ്റ് ചെയ്യുക എന്നത് എല്ലാവരും വെറുക്കുന്ന സംഗതിയാണ്. അപ്പൊ ബുദ്ധിയും പക്വതയുമുള്ള ഒരാളിൽ നിന്ന്, പ്രവാചകനായി സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും തെറ്റുണ്ടാവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്താ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. നബി നിങ്ങൾക്ക് കൊണ്ടുവന്നത് മുഴുവൻ നിങ്ങൾ പിടിച്ചോളൂ. മാ ഉമൂമിനാണ്. അപ്പൊ മാ ഉമൂമിനാകുമ്പോ എന്താ അർത്ഥം വരിക? വമാ ആതാകുമുർ റസൂൽ, റസൂലിൽ നിന്ന് നിങ്ങൾക്ക്, റസൂല് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അത് മുഴുവനും ഫഖുദൂഹു, നിങ്ങൾ പിടിച്ചോളൂ. വമാ നഹാകും അൻഹു ഫന്തഹു, നബി എന്താണോ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നോളൂ എന്നും അള്ളാഹു പറയുകയാണ്. അപ്പോ ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് ആ പ്രവാചകനിൽ നിന്ന് ഉമ്മത്ത് പഠിക്കും. അപ്പൊ ഉമ്മത്ത് പഠിക്കുമ്പോ ഉമ്മത്തിനോട് തെറ്റ് ചെയ്യാൻ അള്ളാഹു പറയുന്നൊരവസ്ഥയുണ്ടാകും. അതൊന്നും ഒരിക്കലും നടക്കാത്ത സംഗതികളാണ്. അള്ളാഹു അടിമകളോട് അങ്ങനെ പറയുകയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരായി ഈ ഭൂലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്ന വ്യക്തികൾ കറകളഞ്ഞ സ്വഭാവത്തിന്റെ ഉടമകളാകണം. അവർ
കുറ്റങ്ങൾക്ക് അതീതമായവരാകണം. ജീവിതത്തിൽ ജീവിതത്തിൽ അള്ളാഹുവിനോടോ ജനങ്ങളോടോ ഉള്ള കടപ്പാടുകളിൽ ഒരൽപ്പം പോലും വീഴ്ച വരുത്താത്തവരായിരിക്കണം പ്രവാചകന്മാർ എന്നുള്ളത് ഈ പറഞ്ഞ ആയത്തുകളിലൂടെയും ബുദ്ധിപരമായ തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് ഒന്നിലധികം തവണയായി അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ട് ആ നെഞ്ച് പിളർത്തി കൽബ് കഴുകിയിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ കൽബ് കഴുകുന്നത്? എല്ലാവിധ ന്യൂനതകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെയും നബിയുടെ ചിന്തയെയും കഴുകി വൃത്തിയാക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തിയിട്ട് ഹൃദയം കഴുകിയത്. അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ നിന്നും ഈ പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം നമുക്ക് വളരെ വ്യക്തമാണ്. അള്ളാഹുവിനെ പറ്റി ശരിയായ മഅരിഫത്തുള്ളവരും മാത്രമേ നബിയാവുകയുള്ളൂ, റസൂലാവുകയുള്ളൂ. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിലക്കുമുള്ള മഅരിഫത്തും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമാണ്, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറന്നിട്ടോ മനഃപൂർവമായിട്ടോ ചെറുതോ വലുതോ ആയ, നബുവത്തിന് മുമ്പോ ശേഷമോ ആയ യാതൊരു പാപങ്ങളും അവരിൽ നിന്നുണ്ടാകൂല. നബുവത്തിന്റെ മുമ്പും ഉണ്ടാവൂല. നബുവത്തിന്റെ മുമ്പുണ്ടാകുകയാണെങ്കിൽ പ്രവാചകൻ എങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫഖദ് ലബിസ്തു ഫീക്കും ഉമുറ, ഒരുപാട് കാലം ഞാൻ നിങ്ങളെ ഇടയിൽ താമസിച്ചില്ലേ, നിങ്ങൾ എന്റെ വക്കൽ നിന്ന് വല്ലതും കണ്ടോ എന്ന് എങ്ങനെ പ്രവാചകന്മാർ ചോദിക്കുക? നബുവത്തിന്റെ മുമ്പും പാപം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പ്രവാചകന്മാരുടെ ജീവിതകാലത്ത് അവരിൽ നിന്ന് യാതൊരു തെറ്റുകളും ഉണ്ടാകൂല എന്ന് ഈ പറഞ്ഞ വിശദീകരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് ഓരോരോ പ്രവാചകന്മാരെ പറ്റിയിട്ട് ആ കാലത്തുള്ള ചില ആളുകളും അതിനുശേഷം വന്ന പുത്തൻവാദികളും ആരോപിച്ച ആരോപണങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ തുടങ്ങാം. അതല്ലെങ്കിൽ നമ്മുടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടങ്ങാം. എന്നിട്ട് അവരെ പറ്റിയിട്ട് ഖുർആനിൽ വന്ന വിഷയങ്ങളും അതുപോലെ അവരെ പറ്റി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആരോപിച്ച ആരോപണങ്ങളും അതിന് നമ്മുടെ മുഫസ്സിരീങ്ങൾ കൊടുത്ത മറുപടിയും ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. ഇന്നൊരൽപ്പം തുടങ്ങാനും വൈകിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് കൃത്യസമയത്ത് തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറയുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് എന്നാ പിന്നെ ഇന്നെ ബാക്കി കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. ഏതായാലും ഇരിക്കട്ടെ. മഹാനായ അബുൽ ബഷർ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ പിതാവാണ്. നമ്മുടെ പിതാവാണ് എന്നതിലുപരി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായതിൽ അഭിമാനം കൊണ്ടിരിക്കുകയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി വന്ന ആരോപണങ്ങൾ, ഒന്നാമതായി വന്ന ആരോപണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അത് വളരെ പ്രസക്തമായതും എല്ലാവർക്കും അറിയുന്നതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴം പറിച്ചു എന്നത്. പഴം പറിച്ചു എന്നത് ഒരു വിഷയമാണ്. അല്ലാഹു വലാ തഖറബാ ഹാദിഇ ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ മരത്തോട് നിങ്ങൾ അടുക്കരുത്, അടുത്താൽ നിങ്ങൾ ളുൽമ് ചെയ്തവരാകും എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അവർ ആ മരത്തോട് അടുത്തു, അതിൽ നിന്ന് തിന്നു. ഇതാണ് വിഷയം. ഇതിൽ ശക്തമായ ആരോപണങ്ങൾ ശത്രുക്കൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എത്രത്തോളം ഇന്ന് പുത്തൻവാദികൾ ഇപ്പോഴും അർത്ഥം വെക്കുന്നത് എന്താ? ആദം നബി അക്രമിയായി മാറി എന്ന രൂപത്തിൽ തന്നെയാണ് അർത്ഥം വെക്കുന്നത്.
ഇരിക്കട്ടെ. ഈ വിഷയ സംബന്ധമായി അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിശദീകരണം ഇവിടെ ഇടുകയാണ്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴം പറിച്ചു അല്ലേ? പഴം പറിച്ചു. പഴം പറിക്കരുത് എന്നല്ല പറഞ്ഞിരുന്നു. സ്വർഗത്തിലാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും പടക്കപ്പെട്ടത്. ഹവ്വാ ബീവിയെയും ആദം നബിയെയും പടച്ചത് എന്തിനാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂലോകത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഭൂലോകത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഉപ്പയെയും ഉമ്മയെയും പടച്ചു. അപ്പോ സ്വർഗത്തിൽ ഒരിക്കലും മക്കൾ ഉണ്ടാകൂല. മക്കൾ ഉണ്ടാകുന്ന ലോകമല്ല സ്വർഗം. പക്ഷെ ആദം നബിനെയും ഹവ്വാ ബീവിനെയും പടക്കുമ്പോ ഉദ്ദേശം എന്താണ്? മുഹമ്മദ് നബിനെ പുറത്തേക്ക് കൊണ്ടുവരില്ല. അതിന് ആദം നബിക്കും ഹവ്വാ ബീവിക്കും മക്കളും മക്കളും ഉണ്ടാവണം. അപ്പോഴേ മുഹമ്മദ് നബി പുറത്തേക്ക് വരുള്ളൂ. സ്വർഗത്തിൽ വെച്ചിട്ടാണെങ്കിൽ ഈ സംഭവം നടക്കൂല. അപ്പൊ അതിനു വേണ്ടി ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ വിലക്കിയതല്ല പഴം പറിക്കരുത്, ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഇത് പറഞ്ഞ് അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പഴം പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് പഴം പറിച്ച് അങ്ങനെ മുഹമ്മദ് നബി വന്ന് റിസൾട്ട് എന്താ ഉണ്ടായത്? മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വന്ന്. ഇതാണ് റിസൾട്ട് എങ്കിൽ ആദം നബിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മരത്തിന്റെ വേരടക്കം മാന്തി തിന്ന് കഴിക്കുമായിരുന്നു എന്ന് അബൂ യസീദുൽ ബിസ്താമി. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനിർവചനീയമായ ഇഷ്കുമാണ് ആ വാക്കിലൂടെ വരുന്നത്. അഥവാ ആദം നബി പഴം കഴിച്ചു, പഴം പറിച്ചു. കഴിക്കരുത് പറിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്താ ഉണ്ടായത്? മുഹമ്മദ് നബി ഭൂലോകത്തേക്ക് വന്ന്. അപ്പൊ അതാണ് അതിന്റെ റിസൾട്ട് അല്ലേ? എങ്കിൽ ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഫുള്ള് കഴിക്കുമായിരുന്നു എന്ന് അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിൽ ഒന്നും കഴിക്കരുത് എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല അത്. മറിച്ച് അല്ലാഹു തആല ഒരു കൽപ്പന നടത്തി. ആ കൽപ്പിക്കുമ്പോ തന്നെ അള്ളാഹുവിന് അറിയാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചെയ്യണം, എന്നാലേ ആദം നബിയെ പടച്ച ലക്ഷ്യങ്ങൾ നടക്കൂ എന്ന് അള്ളാഹുവിന് അറിയാം എന്ന രൂപത്തിൽ ഒരു വിശദീകരണം അബൂ യസീദുൽ ബിസ്താമി നൽകിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നസിയ മറന്നതാണ് എന്ന്. മറന്നുകൊണ്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരിക്കലും തെറ്റ് എന്ന് പറയൂല. അപ്പൊ പിന്നെ വലംന ളാലിമീൻ എന്നൊക്കെ പറഞ്ഞതോ അത് ശ്രദ്ധിക്കണം. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, സാധാരണക്കാരുടെ ഹസനത്തുകൾ അടുത്ത ആളുകളുടെ പാപമായിട്ടാണ് കണക്കാക്കുക. അത് ശ്രദ്ധിക്കണം, അതൊരു പൊതു കായികയാണ്. ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, സാധാരണക്കാരിൽ നിന്നുണ്ടാകുന്ന ഹസനത്തുകൾ അടുത്തതായ ആളുകൾ, അള്ളാഹുവിനോട് അടുത്തു നിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് അത് തിന്മയായിട്ടേ കാണുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഞാൻ എന്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിന് ഞാൻ ക്ഷണക്കത്തുണ്ടാക്കി. 11:30 ക്ഷണക്കത്തിൽ പറയുന്നു 11:30 നിക്കാഹ്. ആ മുഹൂർത്തത്തിന് നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കല്യാണ ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കി. അപ്പൊ ലെറ്ററിൽ എന്താ ഉള്ളത്? 11:30 കൃത്യം മുഹൂർത്തത്തിന് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം. ഈ കത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. കൂട്ടത്തിൽ എന്റെ തൊട്ടടുത്തുള്ള അയൽവാസിക്കും കൊടുത്തു. ഈ അയൽവാസിയും വരുന്നുണ്ട് 11:30 മുഹൂർത്തം നോക്കിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവനോട് പറയൂലേ, നീ എന്ത് പണിയാടോ ചെയ്തത്? ഇപ്പോഴാണോ അയൽക്കാരനും അടുത്ത എന്റെ ക്ലോസ് ഫ്രണ്ടായ എന്റെ അടുത്ത ആള് നീ ഇപ്പോഴാ വരുന്നത്? നീ എന്ത് പണിയാ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിച്ചാൽ ഓൻ പറയോ, കത്തിലുള്ളത് 11:30 എത്താനല്ലേ? 11:30 എത്തണം എന്ന് പറഞ്ഞത് മറ്റുള്ളവരോടാ. നമ്മുടെ അടുത്ത ആളുകളല്ലാത്ത ആളുകളുണ്ടല്ലോ, അവരോടാ പറഞ്ഞത് 11:30 എത്തണം എന്നത്. അതേ സമയത്ത് ഇയാളോ
തൊട്ടടുത്ത് നിൽക്കുന്ന ആള് ചെയ്യേണ്ടത് എന്താ? അയാള് തലേന്നേ വരേണ്ട ആളാണ്. അപ്പൊ ഇയാളിപ്പോ 11:30 ചെയ്ത് വന്നത് തെറ്റാണ്. കത്തിൽ അങ്ങനെയാണ് ഉള്ളെങ്കിൽ പോലും അയൽക്കാരനായ ഇയാൾ 11:30 കല്യാണത്തിന് വന്നത് മറ്റുള്ളവർക്ക് നല്ലതായ ഒരു കാര്യം അടുത്ത ആളുകൾ ചെയ്യുമ്പോൾ അത് മോശമാകും. അപ്പൊ ആ നിലക്കാണ് പ്രവാചകന്മാരെ പറ്റി അല്ലാഹു തആല ദംബ് എന്ന് ഉപയോഗിക്കുന്നത്. പ്രവാചകന്മാരുടെ ഭാഗത്ത് ലുൽമ് എന്ന് അല്ലാഹു ഉപയോഗിക്കുന്നത്. ആ ലുൽമ് എന്നും ദംബ് എന്നും പ്രവാചകന്റെ നേരെ ദോഷങ്ങൾ ചെയ്തു എന്ന അർത്ഥത്തിൽ അല്ലാഹു പറയുന്നത് ഈ നിലക്കാണ്. ഹസനാത്തുൽ അബ്റാരി സയ്യിഅത്തുൽ മുഖറബീൻ. സാധാരണക്കാരുടെ ഭാഗത്ത് അത് നല്ല കാര്യമായിരിക്കും, പക്ഷെ അള്ളാഹുവിനോട് അടുത്ത ഒരാൾ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടാണ് ഗണിക്കപ്പെടുക. അപ്പോ ആ നിലക്ക് തർക്കുൽ അദബ് ഒഴിവാക്കി എന്ന രൂപത്തിൽ അതിനെ കാണും. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് നമുക്ക് ആദം നബിയുടെ ആ പഴം പറിച്ച ഇഷ്യൂസുമായി അത് വന്ന വിമർശനങ്ങളും അതിന്റെ മറുപടികളും ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.